ദേ ഞങ്ങളിത് ഇന്നൊരു പുതിയ ഐറ്റമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു അപ്പമാണ്. നമ്മുടെ വെള്ളയപ്പം എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ കള്ളപ്പം എന്നൊക്കെ പറയണ പോലെ ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാവെള്ളം വെച്ചാണ്. കണ്ടാ തേങ്ങാവെള്ളം ഇതൊരു 15-16 മണിക്കൂറോളം ഞാൻ ഒന്ന് പുളിക്കാൻ വെച്ചു ആ വെള്ളം. കണ്ട അപ്പോൾ അതിൻ്റെ മാറ്റം കണ്ട തേങ്ങാവെള്ളത്തിന് ഒരു കള്ളിൻ്റെയൊക്കെ ഒരു ചെറിയ ലുക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇതിൽ ഒരു 3 കപ്പ്, ചെറിയ കപ്പിൽ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ സ്വല്പം നമ്മുടെ അപ്പത്തിന് മയം കിട്ടാൻ വേണ്ടി ഒരു 3-4 ഒരു ചെറിയ കയ്യിൽ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് അടിച്ചെടുക്കാം. ഇത് ഞാനൊരു 8 മണിക്കൂർ കുതിർത്തിയതാട്ടോ, കുതിർത്തി വെച്ചേക്കണ അരിയാണ്. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ആറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അരി. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ഈ തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാകം മതി. ഇത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ വന്നിട്ടുണ്ട്, അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഈ പരുവത്തിൽ തന്നെ എടുക്കണേ. ഇത് അടിച്ചപ്പോൾ തന്നെ ദേ ആ ഒരു തേങ്ങയുടെ വെള്ളത്തിൻ്റെ ഇതുപോലെ ഒരു ചെറിയ ബബിൾസൊക്കെ തന്നെ ഉണ്ടാകും. ഇനി നമുക്ക് നമ്മളുടെ തേങ്ങയും ആ ചോറും കൂടി അടിച്ചെടുക്കാം. നമ്മൾ ആ തേങ്ങയും ആ ചോറും കൂടി അടിച്ചെടുക്കുന്നത് നമ്മളുടെ അരി അടിച്ചതിലേക്ക് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മളുടെ കറക്റ്റ് ഈ പാകം വരണം ഉണ്ടാ. ഇപ്പം ഞാനെടുത്തിരിക്കുന്നത് ഒരു 3 ഗ്ലാസ് അരി. 3 ഗ്ലാസ് അരി എന്ന് പറയുമ്പോൾ ഇതൊരു 600 ഗ്രാം അരി ഉണ്ടാവും. 1/2 കിലോയിൽ കുറച്ചും കൂടി മുകളിലുണ്ട്. അതേപോലെ ഒരു തേങ്ങ ഒരു 2 ഒരു 2 കയ്യിൽ ചോറ് എടുത്തിരിക്കുന്നു കേട്ടോ. ഈ ചെറിയ കുഞ്ഞി ഈ കയ്യിൽ തേങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ആ തേങ്ങ വെള്ളം വെച്ചാണ് ഇത് നമ്മൾ അടിച്ചെടുത്തത്. ഇനി നമ്മൾക്കിതൊന്ന് പൊങ്ങാൻ വയ്ക്കാം. അപ്പോൾ നമുക്കിനി പൊങ്ങി വന്നിട്ട് അപ്പം ചുട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ പൊങ്ങി വന്നതിന് ശേഷമായിട്ട് ഞാൻ ഉപ്പിടണേ. ഉപ്പ് ആദ്യം ഇട്ട് വയ്ക്കുന്നില്ല. ഉപ്പ് ആദ്യം ഇട്ട് പൊങ്ങാൻ ഇത്തിരി പാടായിരിക്കും. കാരണം നമ്മളിത് ഈസ്റ്റ് അങ്ങനെയൊന്നും ചേർത്തിട്ടല്ലല്ലോ തേങ്ങാവെള്ളം വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പ് നമുക്കിത് പൊങ്ങി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അടിച്ചു വെച്ചത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടാ, ഇതിപ്പോൾ ഒരു 12 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ വെച്ചിട്ട്. 12 മണിക്കൂറായി. കാരണം അത് കൂടുതൽ വെക്കാൻ കാരണം ഞാൻ പറയുന്നത് തണുപ്പൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇത്തിരി, അതുകൊണ്ടാണ് ഇച്ചിരി നേരം കൂടുതൽ വെച്ചത്. അപ്പോൾ ആ പഞ്ചസാരയും കൂടി നമ്മൾ ആ തേങ്ങ വെള്ളത്തിൽ നന്നായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര, 1-2 ടീസ്പൂൺ പഞ്ചസാര ഇടാം കേട്ടോ. എന്നിട്ട് കലക്കി നമ്മൾ 10 മണിക്കൂറൊക്കെ വെച്ചോ, ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്നലെ രാത്രിയാണ് അത് എടുത്തു വെച്ചത്. അതിനുശേഷം ഇന്നാണിത് ബാക്കി കാക്കിയത്. അപ്പം നമുക്കിനി അപ്പം ചുട്ട് തുടങ്ങാം. ഫ്രണ്ട്സ്, നമുക്കിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് വേണം. ഇപ്പോൾ ഇത്രയും ടീസ്പൂണിന് ഇട്ടിട്ടുണ്ട്. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് നമ്മൾ കള്ളൊക്കെ ഉണ്ടാക്കില്ലേ, ആ കള്ളിൻ്റെ ഒരു ചെറിയ മണമൊക്കെ വന്നിട്ടുണ്ട്. ഒരു ലേശം ഉപ്പും കൂടി ഇടാം കേട്ടോ. ഇപ്പം ഇത്തിരി കുറവാണ്. ഫ്രണ്ട്സ്, ഞാൻ നമ്മളുടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പാലപ്പമൊക്കെ ഉണ്ടാക്കണ പോലത്തെ നമ്മുടെ ചട്ടിയിൽ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ കയ്യിൽ ഒഴിച്ചു കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. അടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കറക്കി വെക്കാം കേട്ടോ. ഇതിനെ പയ്യെ കറക്കിയിട്ട് വയ്ക്കാം. നമ്മുടെ രണ്ടാമത്തെ ഒഴിച്ചതും റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് എടുക്കാം. വെക്കണ്ട, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്.
അതെ, നമ്മളിത് അപ്പമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ അപ്പം. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 ഗ്ലാസ് അരിയെന്ന്, അത് വെച്ചൊരു 30 അപ്പത്തിൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കുറച്ചും കൂടി ചെറുതാക്കി നമ്മൾ ഒഴിച്ചാൽ മതി. അപ്പം 30 അപ്പം നല്ല ചൂട് അപ്പം നല്ല ആവി പറക്കണുണ്ട്. അതൊക്കെ നല്ല സോഫ്റ്റ് ആയതാണത് ഉണ്ടാ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ്. നമ്മൾ അരിയൊക്കെ ഒന്ന് ഇട്ടിട്ട്, അത് മാത്രമല്ല നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ എടുത്ത് കഴിയുമ്പോൾ ആ തേങ്ങ വെള്ളം കളയരുത്. അതെടുത്ത് നമ്മൾ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് ചൊറുക്കിയൊന്നും ആയി പോവില്ല കേട്ടോ. അല്ലാതെ പുറത്തിരുന്നാൽ 2 ദിവസം കഴിഞ്ഞ് അത് ചൊറുക്കിയായി മാറും. വിനാഗിരിയൊക്കെ ഇല്ലേ, അതായി മാറും. അപ്പോൾ പുറത്ത് വയ്ക്കാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഞങ്ങൾ അടുത്ത നാളെ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങളിത് കാണുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റാ, ബൈ.